ഹായ് നമസ്കാരം. ഞാൻ രേണുസുധിയാണ്. അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. കുറ്റം പറയാനാണെങ്കിലും അറിയാമല്ലോ. സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി, കുറ്റം പറയുന്നവർക്ക് നന്ദി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ, ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു യൂട്യൂബിൽ. എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ് കുറേ പേരിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഹലോ ഗൈസ്, രേണു സുധീൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ഇപ്പോൾ കണ്ടത്. വേറൊന്നുമല്ല, അവർ ഒരുപാട് പേര് യൂട്യൂബിൽ വിമർശിക്കുന്നു അല്ലെങ്കിൽ കുറ്റം പറയുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ റെസ്പോൺസോ അല്ലെങ്കിൽ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻസോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. കൂടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രേണുവിൻ്റെ ബാക്കി വീഡിയോയും കൂടെ കാണാം. എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ. വേറൊന്നുമല്ല, എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വ്യൂസ് കൂട്ടുന്നുണ്ടോ, ഒത്തിരി സന്തോഷം. ഞാൻ കാരണം അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത്. സോ എനിക്ക് ഒരു വിഷമമില്ല. എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആരെയും വിട്ടിട്ട്, എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല. എനിക്ക് ഇൻസ്റ്റയിൽ തൊട്ട് വരുമാനവും വരുന്നില്ല. അത് അറിയാവുന്നവർക്കറിയാം. എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല. ഞാനിപ്പം ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് രേണു പറയുന്ന കാര്യങ്ങൾ. അതായത് അവരെ ആളുകളെ കുറ്റം പറയാണ്, അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് യൂട്യൂബേഴ്സ് അരി വാങ്ങുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൽ അവർ സത്യാവസ്ഥ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഷുവൊക്കെ അല്ലേ, തൊട്ടടുത്ത് എല്ലാവരും ഭയങ്കര പടക്കം പൊട്ടിക്കലാണ്. പണ്ട് നമ്മുടെ സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞുകൊണ്ട് രേണു സുധി ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുക്കുകയും കരയുകയും പിഴിയുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സുധിച്ചേട്ടനെ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇതിൻ്റെ മുമ്പ് നമുക്കറിയാം, അവർ കരഞ്ഞും പിഴിഞ്ഞും ഇൻ്റർവ്യൂസ് നിരന്തരമായി കൊടുത്തുകൊണ്ടിരുന്ന സംഭവങ്ങളുണ്ട്. ഓക്കെ, സംബന്ധിച്ച് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാവില്ല, ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാവില്ല, ഒക്കെ റെഡി. അവർക്ക് യൂട്യൂബ് ചാനലും ഇല്ല. ഇതിൽ അവരോടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കൊട്ടക്കണക്കിന് പൈസ കിട്ടുന്നുണ്ട് എന്നൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഇൻസ്റ്റയിൽ റീൽ ചെയ്യുക അവരുടെ ഇഷ്ടമാണ്, എല്ലാം സംബന്ധിച്ചു. പക്ഷേ സുധിച്ചേട്ടനെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് ഇവരുടെ ഒരു പ്രവൃത്തി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ അത് അവർ എന്ത് ചെയ്താലും മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് അവരുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു റീലാണ് തുടക്കം. ആ തുടക്കമുള്ള റീല് ഞാനടക്കം ഒരുപാട് പേര് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്ന അവരുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റമാണ് ആളുകൾ ഇത്രയധികം ചൊടിപ്പിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, ആ ഇന്റർവ്യൂവിൽ വന്ന മോശം കമന്റ്സിനെ റിയാക്ട് ചെയ്യുക എന്ന പോലെ നിരന്തരമായിട്ട് ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യാണ്, ഇവരെ വീട്ടുകാരെ പറയുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിരന്തരമായിട്ട് വീണ്ടും ഇന്റർവ്യൂസ് കൊടുക്കാൻ തുടങ്ങി. ആളുകളെ മുഷിപ്പിക്കുന്ന തരത്തിൽ കെട്ടിപ്പിടിച്ചും ഇൻറ്റിമേറ്റ് ആയിട്ടും ഒക്കെ ജസ്റ്റ് റീൽസിന് വേണ്ടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി, അഭിനയിക്കാൻ വേണ്ടി തുടങ്ങി. അതും റൊമാൻസും തൊടലും പിടിക്കലും ഒക്കെ അല്ലാതെ ഈ മാരേജ് ഫോട്ടോഷൂട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ ഒരു വെറൈറ്റി മാറ്റി പിടിച്ച് മറ്റുള്ള ആളുകളെ നല്ലത് പറയിപ്പിക്കുക എന്ന രീതിയിൽ. ചിലപ്പോൾ അവർക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം, ഇറ്റ്സ് ഓക്കെ. എന്നിരുന്നാലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ അവരെ നെഗറ്റീവ് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ട് ഒന്ന് മാറ്റി പിടിക്കാൻ ആരാണെങ്കിൽ റെഡിയാവും. ഞാൻ അവരുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അതിനകത്തും പറഞ്ഞിട്ടുണ്ട്, ഈ റൊമാൻസും കാര്യങ്ങളും അവിഹിതവും അല്ലാതെ ഒന്ന് മാറ്റി, എത്രയോ സ്ത്രീകൾ ഒറ്റയ്ക്ക് മുന്നേറി വന്നിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അഭിനയ മികവോ അല്ലെങ്കിൽ അവരുടെ കഴിവോ തെളിയിക്കാൻ അവർക്ക് അവസരമുണ്ട്. പക്ഷെ അവരതിന് തയ്യാറാവുന്നില്ല. അവരെന്തെങ്കിലും വിമർശിക്കുക എന്ന തരത്തിൽ ആരെങ്കിലും പറയുമ്പോഴേക്കും എന്നാൽ പിന്നെ നിങ്ങൾ ചിലവിന് തരുമെന്നൊക്കെയാണ് അവർ മറുപടി പറയുന്നത്. ഇപ്പോൾ 2-3 ആളുകൾ ഞാനിട്ട വീഡിയോൻ്റെ അകത്ത് തന്നെ കമന്റ് ഇട്ടത് ഞാൻ കണ്ടു. അവർക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നും കിട്ടാഞ്ഞിട്ടല്ല, അവർക്ക് അഭിനയത്തിനോടാണ് താല്പര്യം, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കാണിച്ചും തൊട്ടും പിടിച്ചും അഭിനയിക്കുന്നതോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടിയാൽ മതി, തുണി അഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രം ധരിക്കാനോ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജാണ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്നാണ് കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ വന്ന് കമന്റ് ഇടുന്നത്. അത് അവരുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. ഒരു ആക്ഷൻ വരുന്ന റിയാക്ഷൻസ് ആണ് ആ കാണുന്നത്. അപ്പോൾ അത് അവർ 2 കൈ കൊണ്ട് നീട്ടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്, എനിക്ക് നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല, നെഗറ്റീവ്സ് ഞാൻ മൈൻഡ് ആക്കുന്നില്ല എന്ന് അവർ തന്നെ പറയും. വീണ്ടും വന്നിരുന്ന് അവരെന്ത് ചെയ്യും, ഈ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ അവരെ വെച്ച് പൈസ ഉണ്ടാക്കാനോ ആ പൈസ കൊണ്ട് അരി വാങ്ങാനോ റീച്ചും വ്യൂവും കൂട്ടാന്നൊക്കെയാണ് അവർ പറയുന്നത്.
ഒപ്പം തന്നെ എന്താണ് സുധിച്ചേട്ടന്റെ ഒരു സീൻ പറയണം. ഒരു പക്ഷേ സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ ആഗ്രഹിച്ച പോലെ ആയിരിക്കും രേണു എന്നൊരു ഭാര്യ ജീവിച്ചിട്ടുണ്ടായിരിക്കുക. സുധിച്ചേട്ടന്റെ എന്താണ് വിയോഗത്തിന് ശേഷം അവരായി ജീവിക്കുന്നു. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിന് കളിയാക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. നിങ്ങൾ ആ ഭാഗം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ. ഞാൻ അവരുടെ ആക്ടിങ്ങിന്റെ കാര്യം മാത്രമേ ഇത്രയും കാലത്തിനിടയ്ക്ക് വിമർശിച്ചിട്ടുള്ളൂ. അവർക്കത് തിരുത്താൻ ഇനിയും സമയമുണ്ട്. വീണ്ടും വീണ്ടും ആൾക്കാരെ ഇങ്ങനെ ചൊടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് ബിക്കിനിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ലല്ലോ, എൻ്റെ ഇഷ്ടമല്ല, എന്ത് ഇടണമെന്ന്. ഇപ്പം നാളെ ഞാൻ ബിക്കിനിട്ട് ഫോട്ടോഷൂട്ട് ചെയ്താലും ഇവരൊക്കെ എന്നോട് പറയാൻ ആരാണ്? ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക എന്നൊരു ഇതില്ലേ. അപ്പം ഇവരെ സ്നേഹിച്ച് നെഞ്ചേറ്റി സപ്പോർട്ട് ചെയ്ത് രേണു സുധി നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് എന്താണ് ആശംസകളും കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു ടീം ആൾക്കാരാണ്. ഇവരുടെ വസ്ത്രധാരണം, അഹങ്കാരം കൂടിയ സംസാരം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവരെ വിമർശിക്കാൻ തുടങ്ങിയത്. ആ വിമർശനങ്ങൾക്ക് വീണ്ടും എന്താണ് ഡബിൾ മടങ്ങിൽ അഹങ്കാരം നിറച്ചുകൊണ്ടാണ് അവരുടെ മറുപടികൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവർ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നെഗറ്റീവ് ഇമേജ് ആണ്. അത് അവർക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഓക്കെ പോട്ടെ, അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഇമേജ് അവർക്ക് കിട്ടിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. പക്ഷെ ഇതിൽ അവര് എല്ലാ വീഡിയോ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എല്ലാ വീഡിയോയ്ക്കകത്തും ഭൂരിഭാഗം വീഡിയോയിലെന്ന് പറയാം അവർ പറയുന്നത് ഞാൻ സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധി എന്നാണ് പറയുന്നത്. സുധിച്ചേട്ടനെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിൽ ഞാൻ സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ രേണു സുധി, ഞാനൊരു ഷോർട്ട് ഫിലിം കാര്യങ്ങൾ അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു മ്യൂസിക് ആൽബം അഭിനയിക്കുന്നുണ്ട്, അവർക്ക് ധൈര്യത്തോടെ പറയാം. അവരത് പറയുന്നില്ല. അപ്പോഴും സുധിനെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടും സഹായവും അവർക്ക് വേണം. അതുകൊണ്ടാണ് അവർ സുധി എന്ന പേരും കൂടെ അവിടെ ഉൾപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേണു സുധിനോട് വ്യക്തിപരമായിട്ടോ അവരുടെ വസ്ത്രത്തിനെ കുറിച്ചോ ഒന്നും എനിക്കൊരു നെഗറ്റീവും കാര്യങ്ങളില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് അത് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. പുറമേ നിന്നൊരാൾ നോക്കി കാണുമ്പോൾ എന്തൊക്കെ വിലയിരുത്തുമോ അത്രയും കാര്യങ്ങൾ ഞാനും അവരുടെ അടുത്ത് വിലയിരുത്തിയിട്ടുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.